എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ഈക്വാലൻസ് റിലേഷൻ. എന്താണ് ഈക്വാലൻസ് റിലേഷൻ? ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ. R is an equivalence relation on A if it satisfies the following three properties. First property, reflexive ആയിരിക്കണം, then symmetric ആയിരിക്കണം, transitive ആയിരിക്കണം. എന്താണ് റിഫ്ലെക്സീവ്? ഫോർ എവറി എ എലമെന്റ് ഓഫ് എ belongs to R. Then symmetric, for all AB belongs to AB belongs to R, then BA must be there. For transitivity, for all A, B, C belongs to A, and if AB belongs to R and BC belongs to R, then AC must be there. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ ഒരു റിലേഷനെ നമ്മൾ ഈക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോവിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഒരു റിലേഷനെ കൺസിഡർ ചെയ്യാം. ആർ ഇൻ ദ set n of natural numbers defined as R is equal to set of all xy such that y is equal to x plus 5 and x less than 4. സോ തന്നിരിക്കുന്ന റിലേഷൻ സെറ്റ് ബിൽഡർ ഫോർമുല. ആദ്യം നോക്കേണ്ടത് ഈ റിലേഷൻ ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ്. ഈ ക്വസ്റ്റിനകത്ത് ദ റിലേഷൻ ആർ ഇസ് ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് തന്നിട്ടുണ്ട് എക്സിന് എടുക്കാൻ പറ്റാവുന്ന വാല്യൂസ് ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ 4. സോ എക്സിന് പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ഓക്കെ, സോ when x equal to 1, what would be the value of y? വൈയും എക്സും കണക്ട് ചെയ്തിരിക്കുന്ന റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. y ഈക്വൽ ടു എക്സ് പ്ലസ് 5. സോ എക്സ് 1 ആയിരിക്കുമ്പോൾ y എന്ന് പറയുന്നത് 1 പ്ലസ് 5, ദാറ്റ് ഈസ് 6. സോ റിലേഷൻ ആറിലെ ഫസ്റ്റത്തെ എലമെന്റ് ആണ് 1, 6. വെൻ എക്സ് ഈക്വൽ ടു 2, y എന്ന് പറയുന്നത് 2 പ്ലസ് 5, ദാറ്റ്സ് 7. So we got the second element, 2, 7. When x equal to 3, y എന്ന് പറയുന്നത് 3 plus 5, that's 8. So that is the last element. So R is equal to 1, 6, 2, 7 and 3. Then question, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം, for every A element of A must be there. എങ്കിൽ ആ റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1, 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആറിനകത്ത് ഉണ്ടോ എന്നാണ്. സോ വെൻ യു കൺസിഡർ ആർ, നമുക്ക് കാണാം 1, 1 ഇല്ല. അറ്റ് ദ സെയിം ടൈം 2, 2 ഇല്ല, 3, 3 ഇല്ല, എക്സെട്ര ഇല്ല. സോ 1, 1 ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. ഇനി നോക്കേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്, നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത കണ്ടീഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, എ ബി ഉണ്ടെങ്കിൽ ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി എ മസ്റ്റ് ബി. ഇതാണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ. സോ ഇവിടെ 1, 6 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. സോ 6, 1 മസ്റ്റ് ബി. നിലവിൽ 6, 1 ഇല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് നോട്ട് സിമെട്രിക്. 6, 1 not belongs to R. Therefore, not symmetric. അതുപോലെ മൂന്നാമത്തെ കേസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ,
ബി സി ബിലോങ്സ് ടു ആർ ഉണ്ടെങ്കിൽ എ സി മസ്റ്റ് ബി ദർ. ഓക്കെ, സോ ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഓർഡേഡ് പെയേഴ്സ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ എ ബി, ഇതിനെ ഞാൻ എ ബി ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബി ബി എന്ന് പറയുന്നത് ഐ ഹാവ് ടു ചെക്ക് വെദർ ബി സി ഇസ്. ഇപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ് ഇതിനകത്ത് ഇല്ല. ഓക്കെ, ലീവ് ഇറ്റ്. നെക്സ്റ്റ് ഓർഡേഡ് പെയർ കൺസിഡർ ചെയ്യുക 2 7. ഇതിനെ എ ബി ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് 7 ആണ്. 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓർഡർ പെയർ ഇല്ല. ഇനി തേർഡ് എലമെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 8. ഇതിനെ ഞാൻ എ ബി ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ബി എന്ന് പറയുന്നത് 8 ആണ്. സോ ബിയിൽ 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു എലമെന്റ് ഇല്ല. സോ ഈ ഒരു റിലേഷനകത്ത് ഇത്തരത്തില് എ ബിയും ബി സിയും ആറിനകത്ത് ഇല്ല. സോ ഇത് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ വി കുഡിൻ ഫൈൻഡ് എ ബി ആൻഡ് ബി സി ഇൻ ആർ. ദർഫോർ ഇത് ട്രാൻസിറ്റീവ് ആണ്. ഒന്നും കൂടി നോക്കാം. ട്രാൻസിറ്റീവ് ആകാനുള്ള കണ്ടീഷൻ എ ബിയും ഉണ്ടാകണം ബി സിയും ഉണ്ടെങ്കിൽ മാത്രം വി ഹാവ് ടു ചെക്ക് വെദർ എ സി ഇസ് ദ. എ ബിയും ബി സിയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണെന്ന് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് ആർ ബി ആർ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് z of all integers defined as r is equal to xy such that x minus y is an integer. ഓക്കെ, സോ നമ്മുടെ റിലേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിലാണ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റിഫ്ലെക്സീവ് ആണോ എന്ന്, വിച്ച് മീൻസ് എവറി എ ബിലോങ്സ് ടു, ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റിജേഴ്സിലായതുകൊണ്ട് എ ബിലോങ്സ് ടു സി, എ മസ്റ്റ് ബി ദർ ഇൻ ആർ. സോ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആറിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. സോ എ ആറിൽ ഉണ്ടായിരിക്കണമെങ്കിൽ എ മൈനസ് എ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. ശരിയല്ലേ? എ മൈനസ് എ. അപ്പൊ നോക്കാം, എ മൈനസ് എ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 0 ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എൻ ഇൻറ്റിജർ, റൈറ്റ്? എ മൈനസ് എ ഈസ് ആൻ ഇൻറ്റിജർ. എ മൈനസ് എ ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്? എ എന്ന് പറയുന്നത് ആറിൽ തന്നെ ഉണ്ട്. എ ബിലോങ്സ് ടു ആർ. Therefore, R is reflexive. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് സിമെട്രിക് ആണോ എന്ന്. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ഇത് ഞാൻ സപ്പോസ് ചെയ്യാം ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു പ്രൂവ് ദാറ്റ് ഓർ ഡിസ്പ്രൂവ് ദാറ്റ് ബി എ ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പോൾ എ ബി ആറിൽ ഉണ്ട് എന്ന് ഞാൻ സപ്പോസ് ചെയ്യാണ്. സോ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആറിന്റെ പ്രത്യേകത എന്താ? എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആണെങ്കിൽ എക്സ് വൈ ഉണ്ടാകും. അപ്പോൾ എ ബി ആറിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എ മൈനസ് ബി എന്ന് പറയുന്നത് ഇസ് എൻ ഇൻറ്റിജർ, ഒബ്വിയസ്ലി, നോ ഡൗട്ട്. എ മൈനസ് ബി ഇൻറ്റിജർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവായ മൈനസ് ഓഫ് എ മൈനസ് ബിയും ഒരു ഇൻറ്റിജർ ആണെന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം 2 എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് 2ഉം ഇൻറ്റിജർ ആയിരിക്കും, റൈറ്റ്? സോ എ മൈനസ് ബി ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബിയും ഒരു ഇൻറ്റിജർ ആയിരിക്കും. മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? ബി മൈനസ് എ ഇസ് എൻ ഇൻറ്റിജർ. ബി മൈനസ് എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദിസ് റിലേഷൻ നമുക്ക് പറയാം ബി എ ബിലോങ്സ് ടു ആർ. ബി എ ബിലോങ്സ് ടു ആർ, therefore R is symmetric. അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്
എ ബി ഉണ്ടെന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ ബി സിയും ബിലോങ്സ് ടു ആർ ആണെന്ന് വിചാരിക്കുക. സോ എ ബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ മൈനസ് ബി ആൻഡ് ബി സി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി മൈനസ് സി ആർ ഇൻഡിജേഴ്സ്. ഇപ്പൊ രണ്ട് ഇൻഡിജേഴ്സ് ഉണ്ട് നമുക്ക്, എ മൈനസ് ബി ഉണ്ട്, ബി മൈനസ് സിയും ഉണ്ട്. സോ രണ്ട് ഇൻഡിജേഴ്സിനെ കൂടി ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഇൻഡിജർ ആയിരിക്കും അല്ലേ? സോ ഞാൻ ഈ രണ്ട് ഇൻഡിജേഴ്സിനെ കൂടി ആഡ് ചെയ്യാൻ പോകും. അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഒബ്വിയസ്ലി ഒരു ഇൻഡിജർ ആയിരിക്കും, പുതിയ ഒരു ഇൻഡിജർ കിട്ടും. നോക്കാം, എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി, ഇതും വെട്ടിപ്പോയി. വിച്ച് മീൻസ് എ മൈനസ് സി ഈസ് എൻ ഇൻഡിജർ. ഓക്കെ, എ മൈനസ് സി ഇൻഡിജർ ആണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ആർ നമുക്ക് പറയാം എന്ത്? എ സി ബിലോങ്സ് ടു ആർ ആണ്. എ സി ബിലോങ്സ് ടു ആർ, therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇപ്പൊ ഈ ക്വസ്റ്റിനകത്ത് ആറ് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഇൻ ആർ. ഈ ആറ് സ്ക്രിപ്റ്റ് ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്, ഡിഫൈൻഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്, ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എ ലെസ് റിഫ്ലെക്സീവ് ആണോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഇത് റിയൽ നമ്പേഴ്സ് ആണ്. സോ ഓർക്ക, വി ക്യാൻ ടേക്ക് ഡെസിമൽ നമ്പേഴ്സ് ആസ് വെൽ. ഓക്കെ, ഫ്രാക്ഷൻസ് എടുക്കാം, ഡെസിമൽസ് എടുക്കാം, ഇറാഷണൽസ് എടുക്കാം, ഏത് നമ്പേഴ്സ് എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, സോ ഞാനൊരു കൗണ്ടർ എക്സാമ്പിൾ പറയാം. നോക്കാം, എക്ക് പകരം ഇഫ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് എ ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, ഒബ്വിയസ്ലി ആറിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എ മസ്റ്റ് ബി ദ റൈറ്റ്. എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടായിരിക്കണം. ഇപ്പോ ഈ എടുത്തിരിക്കുന്ന 1/2 എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പേഴ്സിൽ ഉള്ളതാണ്. സോ 1/2 1/2 എന്ന് പറയുന്ന നമ്പർ, 1/2 1/2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്തായാലും ആറിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ആറിനകത്ത് ഉണ്ടാകാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആണ്. ഓക്കെ, സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ശരിയാണെങ്കിൽ നമുക്ക് പറയാം എ ബിലോങ്സ് ടു ആർ ഫോർ എവ്രി എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ആർ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഐ എം ഗോയിങ് ടു ഫൈൻഡ് എ കൗണ്ടർ എക്സാമ്പിൾ. ഇതിനകത്ത് ഇഫ് ഐ ചൂസ് എ ഈക്വൽ ടു 1/2, എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് 1/2 1/2 ബിലോങ്സ് ടു ആർ ആണ്. സോ 1/2 ബിലോങ്സ് ടു ആർ ആയിരിക്കണമെങ്കിൽ 1/2 മസ്റ്റ് ബി, ഈ ഡെഫിനിഷൻ നോക്കാം, 1/2 മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ക്യൂബ് ആയിരിക്കണം അല്ലേ? അതൊന്ന് ചെക്ക് ചെയ്യുക. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 എന്ന് കിട്ടും. ഏതാണ് വലുത്? 1/2 ആണോ 1/8 ആണോ വലുത്? 1/2 ആണല്ലേ? അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ വി ഗോട്ട് എ കൗണ്ടർ എക്സാമ്പിൾ. അതായത് 1/2 1/2 എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മുടെ ആറിനകത്ത് ഇല്ല. ഓക്കെ, വിച്ച് മീൻസ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു എലമെന്റ് കിട്ടിയാൽ മതി, അതിനെ നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ കൗണ്ടർ എക്സാമ്പിൾ കിട്ടി, സോ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് സിമെട്രിക്. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഈ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ബി എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്.
സോ ഇതിനകത്തും ഞാൻ എക്ക് പകരം 1 എടുത്തു, ബിക്ക് പകരം 2 എടുത്തു. ഒബ്വിയസ്ലി എ ബി ഉണ്ടായിരിക്കും, കാരണം 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം എന്താ, 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആയതുകൊണ്ട്. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. സോ ഒബ്വിയസ്ലി എ ബി ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, എ ബി ബിലോങ്സ് ടു ആർ ആണ്. ഇനി എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ബി എ എന്ന് പറയുന്നത്, അതായത് 1 2 എന്ന് പറയുന്നത് ഉണ്ട് നമുക്കറിയാം, 2 1 ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 1 ഉണ്ടാവണമെങ്കിൽ, 2 1 ഉണ്ടാവണമെങ്കിൽ, ഓക്കെ, 2 1 ഉണ്ടാവണമെങ്കിൽ 2 മസ്റ്റ് ബി ലെസ് ദാൻ 1 ക്യൂബ് ആയിരിക്കും അല്ലെ, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. 2 മസ്റ്റ് ബി ലെസ് ദാൻ 1 ക്യൂബ്. പക്ഷെ അത് തെറ്റാണല്ലോ. സോ 2 2 ബട്ട് 2 1 not less than or equal to 1 cube, which implies 2 1 not belongs to R. Therefore, R is not symmetric. ഇത് സിമെട്രിക്കും അല്ലാന്ന് കിട്ടും. ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതിന് ഇഫ് നമ്മൾ എടുക്കുകയാണ് എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ we have to check whether AC belongs to R. ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ എടുക്കാൻ പോകുന്ന വാല്യൂസ്, എ എന്ന് പറയുന്നത് 4 കൺസിഡർ ചെയ്യുക, ബി എന്ന് പറയുന്നത് 2 കൺസിഡർ ചെയ്യുക, സി എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2, ക്യൂബ് റൂട്ട് ഓഫ് 2 അല്ലെങ്കിൽ 2 റേസ് ടു 1/3 എടുത്തു. ഇവിടെ ക്യൂബ് ആയതുകൊണ്ടാണ് 2 റേസ് ടു 1/3 എടുത്തത്. ഓക്കെ, സോ എ വി ഉണ്ട് ഓൾറെഡി, ബിക്കോസ് കാരണം എന്താ, 4 2 ഉണ്ട്, 4 2 ബിലോങ്സ് ടു ആർ ആണ്, ബിക്കോസ് 4 ഈസ് ലെസ് ദാൻ 2 ക്യൂബ് ആണ്. 2 ക്യൂബ് മീൻസ് 8, 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്, അത് കറക്റ്റ് ആണ്. ദെൻ അറ്റ് ദ സെയിം ടൈം 2 2 2 റേസ് ടു 1/3 അതും ബിലോങ്സ് ടു ആർ ആണ്, ബിക്കോസ് 2 ലെസ് ദാൻ, കാരണം എന്താ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു 1/3യുടെ ക്യൂബായ 2, ഇത് 2 തന്നെയാണല്ലോ. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സോ ഇതും ആറിലുണ്ടെന്ന് ഉറപ്പായി. സോ നമുക്ക് കിട്ടി എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ. വി ഹാവ് ടു ചെക്ക് വെദർ എ സി ബിലോങ്സ് ടു ആർ, റൈറ്റ്? സോ 4,2 ക്യൂബ് ആറിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്, 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ഓൾ ക്യൂബ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് തെറ്റാണ് അല്ലേ? സോ വിച്ച് മീൻസ് ദാറ്റ് 4,2 ക്യൂബ് റൂട്ട് ഓഫ് 2 നോട്ട് ബിലോങ്സ് ടു ആർ. എ ബി ഉണ്ട്, ബി സി ഉണ്ട്, പക്ഷെ എ സി ഇല്ല. Therefore, R is not transitive. സോ ഈ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, താങ്ക് യു.